EFL നിയമപ്രകാരം നഷ്ടമായ ഭൂമി തിരികെ നൽകാനുള്ള ഹൈക്കോടതി വിധി നടപ്പാക്കുന്നതിലെ കാലതാമസത്തിൽ ഇടപെട്ടു വനം മന്ത്രി AK ശശീന്ദ്രൻ. നടപടി വൈകുന്നതെന്ത് എന്ന് പരിശോധിക്കും. ഇതിനായി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. ന്യൂസ് മലയാളത്തോടായിരുന്നു മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. ന്യൂസ് മലയാളം, ദ ബിഗസ്റ്റ്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ഏറ്റെടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായാണ് 25 വർഷങ്ങൾക്ക് മുൻപ് EFL നിയമം നിലവിൽ വന്നത്. അന്ന് EFL-ൽ ഉൾപ്പെട്ട് ഭൂമി നഷ്ടമായവർ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിൽ ഇവർക്ക് അനുകൂല വിധി വന്നിട്ടും ഭൂമി തിരികെ ലഭിക്കാത്തതിനെതിരെ വ്യാപക ആക്ഷേപമുയർന്നിരുന്നു. കാലങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടന്ന ഈ ആശങ്കകൾ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയിലാണ് മന്ത്രിയുടെ പ്രതികരണം. ഭൂമി നഷ്ടമായവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോടതി വിധികൾ ഉണ്ടായിട്ടും കർഷകന് അനുകൂലമായ വിധി ഉണ്ടായിട്ടും അത് തുടർന്ന് പിന്നെ ഹാൻഡ് ഓവർ ചെയ്യണം. ആ നടപടിക്രമങ്ങൾ ചെയ്യാതെ കിടക്കുന്ന നിരവധി കേസുകൾ ഇപ്പോഴുണ്ട്. ഈ കേസുകൾ ഒന്ന് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് അതിന്മേൽ തീർപ്പാക്കിയാൽ കുറേ പേർക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ് കാണുന്നത്. 1972 വനം വന്യജീവി നിയമപ്രകാരം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനാണ് EFL നിയമത്തിന്റെ പൂർണ്ണാധികാരം. കേന്ദ്ര നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് ഭൂമി ഏറ്റെടുക്കുന്നതും നഷ്ടപരിഹാരം നൽകുന്നതുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. EFL-ആയി പ്രഖ്യാപിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. അത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തും പരിമിതമായ തോതിലാണെങ്കിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. EFL-ആയിട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥലത്ത് സർക്കാർ വകുപ്പ് ചെയ്യുന്നത് നഷ്ടപരിഹാരം കൊടുക്കാതെയുള്ള നടപടിയുടെ ഭാഗമായാണ് അവർ അത് ഏറ്റെടുക്കുന്നത്, പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചിലർക്ക് മറ്റ് സൗകര്യങ്ങളൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാകും. ഇങ്ങനെ വരുന്നവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ നിയമം നിലവിലില്ല. കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ലഭിച്ചവർക്ക് ഭൂമി തിരികെ ലഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നത്. 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ളവർക്ക് ഭൂമി തിരികെ നൽകുന്നത് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ച ഉയരും. നടപടികൾ വേഗത്തിലായി സ്വന്തം ഭൂമി തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭൂമി നഷ്ടമായ 100 കണക്കിന് കുടുംബങ്ങൾ. ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.